ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോൾ വളരെ ലജ്ജാകരവും വളരെ സങ്കടകരമായ ചില വാക്കുകൾ കേട്ടു. അതും വളരെ പ്രസിദ്ധനായ ഒരു വിശിഷ്ട വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. അത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഈ ബൈബിൾ വായിക്കുന്ന നിങ്ങളാണോ ഈ തെരുവിൽ ചാനലുകാരെയും കൂട്ടിക്കൊണ്ടുപോയി അക്രമം അഴിച്ചു വിടുന്നത്? നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ കൊച്ചു കുട്ടികൾക്കടക്കം, ക്രിസ്തു വിശ്വാസത്തെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കടക്കം നിങ്ങൾ നൽകുന്നത്? ഈ ക്രിസ്തു മതത്തെയും ആരാധനയെയും പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? നിങ്ങൾ ആവേശത്തോടുകൂടി മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യമാണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നത്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുക്കൾ നിങ്ങൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്, കാരണം അവയത് ചവിട്ടി അരയ്ക്കുകയും നിങ്ങളെ പിരിഞ്ഞാക്രമിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ അക്രമങ്ങൾ അഴിച്ചുവിട്ട വിഷ്വലുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ താൽക്കാലികമായി നിങ്ങൾ വിജയിക്കുന്നുവെങ്കിലും നിങ്ങളുടെ മുത്തുക്കളായ, നിങ്ങളുടെ അറിവുകളായ ബൈബിളും ക്രിസ്തുവിനെയും ഒക്കെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടിയുള്ള വേദികളാണ് നിങ്ങൾ നൽകുന്നത്. അത് പാടില്ല. അതായത് ആൾക്കാർക്ക് നല്ല ബുദ്ധിയും നല്ല വഴിയും നല്ല ചിന്തയും പറഞ്ഞു കൊടുക്കുന്ന ഒരു കൂട്ടം വ്യക്തികളിൽ, സഭാ നേതാക്കന്മാരിൽ നിന്ന് തന്നെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായ പിന്നെ അവരാരെയാണ് ഫോളോ ചെയ്യേണ്ടത്? അദ്ദേഹം ചോദിച്ചത് സത്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള വിലപ്പെട്ട സാധനം എന്തിനാണ് പന്നികളുടെ മുമ്പിൽ എറിയുന്നത്? അത് ചവിട്ടി അരച്ച് വെറുതെ കളയില്ലേ? ശരിക്കും വേണ്ടപ്പെട്ടവർക്ക് വേണം അത് കൊടുക്കാൻ. ഈ സഭാ നേതൃത്വ സ്ഥാനത്ത് എത്തുന്നവർ ശരിക്കും ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് സ്വയം അറിഞ്ഞ് പ്രവർത്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ അത് പൊതുസമൂഹത്തെ വീഡിയോ പിടിച്ച് അറിയിക്കേണ്ട അവസ്ഥ ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയല്ലേ അദ്ദേഹം ചോദിക്കുന്നത്? പുറത്തുനിന്ന് ഒരാളിന് നമ്മോട് എതിർത്ത് കഴിച്ചുകൊണ്ടാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ലജ്ജാകരമാണ്. തീർച്ചയായിട്ടും ഒരു സഭാ നേതൃത്വത്തിൽ മാത്രമല്ല, ഇന്ന് പല സഭകളിലും നടക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന നീണ്ട പ്രസംഗങ്ങൾ നടത്തുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ഇത്തരം അനുഭവങ്ങൾ കാണുമ്പോൾ അത് വളരെ ലജ്ജാകരമാണ്, വളരെ മോശമാണ്. തീർച്ചയായിട്ടും എല്ലാവരും സ്വയം ഒന്ന് ചിന്തിക്കണം. ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. കാരണം കുറേ പേര് വിചാരിക്കുന്നു അവർ ചെയ്യുന്നത് ശരിയാണെന്ന്, മറ്റു കുറേ പേര് വിചാരിക്കുന്നു അവർ ചെയ്യുന്നതാണ് ശരിയെന്ന്. ആർക്കും ഒരു വിട്ടുവീഴ്ച മനോഭാവവും ഇല്ല. എന്നാൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയോ മറ്റുള്ളവരെ നന്മ പാഠം പഠിപ്പിക്കുക, സദ്വർത്തമാനം അറിയിക്കുക. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന തരത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കില്ലേ? ഈ കാണുന്ന അതായത് ക്രിസ്തുവിൻ്റെ സദുപദേശം എന്താണ്? അന്യനെ സ്നേഹിക്കണമെന്നും പരസ്പരം ചേർത്ത് പിടിക്കണമെന്നും ഒക്കെ ഉള്ളതാണ്. അതിനെല്ലാം വിപരീതമായിട്ടുള്ള പ്രവൃത്തിയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണിച്ചു കൊടുക്കുന്നത് ഏറ്റവും മോശകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇത്തരം കാര്യങ്ങളിൽ അവനവൻ്റെ തലത്തിൽ തീർക്കേണ്ടത് മാത്രമാണ്. അതിനെ വീഡിയോ പിടിച്ച് സമൂഹത്തിലിട്ട് മറ്റുള്ളവരെ കാണിച്ച് വളരെ മോശകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് ഒരു സഭ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച പല സഭകളിലും സഭാ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളും അല്ലാതെ മുതിർന്ന ആൾക്കാർ നടത്തുന്ന പ്രവൃത്തികളൊക്കെ ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ലജ്ജാകരമാണ്! കോടതികളിൽ അനേകം കേസുകൾ കെട്ടിക്കിടക്കുന്നു. വളരെ മോശം. പല സ്ഥാപനങ്ങളിലും പലരും ആശ്രയിച്ച് കഴിയുന്ന പല ജോലിക്കും പ്രവേശിക്കാൻ പറ്റാതെ പൂട്ടിക്കിടക്കുന്നു. അതിനും ഇത്തരം പ്രവർത്തനമാണ് പ്രധാനമായി വന്നിരിക്കുന്നത്. ആരാണ് തെറ്റുകാരെന്ന് ദൈവത്തിനറിയാം. മനുഷ്യർക്ക് തരംതിരിക്കാൻ കഴിയില്ല. അവനവൻ്റെ തെറ്റ് അവനവൻ സ്വയം തിരിച്ചറിഞ്ഞ് എവിടെയാണ് ന്യൂനതയെന്ന് മനസ്സിലാക്കി ഒന്ന് കറക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാം ശരിയാകും. അത് എല്ലാം ശരിയായവർ വേണം തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് സദുപദേശം നൽകാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക. ഇത് ഒരു സഭയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു വിശിഷ്ട വ്യക്തിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നതിൽ വളരെയധികം ഖേദമുണ്ട്. പക്ഷേ ഇത്
സഭയിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ധൈര്യം കാണിച്ച ഹരി പത്തനാപുരം സാറിന് 100 ആശംസ അറിയിക്കുന്നു. നമസ്കാരം സാർ. സാറിൻ്റെ ആ നല്ല മനസ്സിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. അതായത് വിശിഷ്ട വ്യക്തികൾ എന്ന് പറയുന്ന ഇവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാറിന് വലിയൊരു മനസ്സുണ്ടായി, ആ വലിയൊരു ധൈര്യം ഉണ്ടായി. അത് വളരെയധികം നല്ലതായിരിക്കുന്നു എന്ന് ഞാൻ